നമ്മൾ എന്നാണോ ഭൂരിപക്ഷം കുറഞ്ഞ് ന്യൂനപക്ഷത്തിലേക്ക് വരുന്നത്, അന്ന് നമ്മുടെ ശാന്തിയും സമാധാനവും ഒക്കെ പോയി. ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നും പറയരുത് എന്ന് പറയുന്നവനും അങ്ങനെ പറയുന്ന ഭൂരിപക്ഷക്കാരനും ന്യൂനപക്ഷക്കാരനും പോലും ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടുത്തെ ഹൈന്ദവൻ ന്യൂനപക്ഷമായാൽ ഇവിടെ BJP ഉണ്ടാവില്ല. ഇവിടുത്തെ ഹൈന്ദവൻ ന്യൂനപക്ഷമായാൽ ഇവിടെ കോൺഗ്രസും ഉണ്ടാവില്ല. പിന്നെ മറ്റവരും സമാധാനിക്കൊന്നും വേണ്ട, അതും ഉണ്ടാവില്ല. പിന്നെ കൊടി പിടിച്ചിട്ടും മുദ്രാവാക്യം വിളിച്ചാലും ശരി, പാകിസ്ഥാനിൽ വിളിക്കാൻ പറ്റുമോ? ബംഗ്ലാദേശിൽ ചെന്ന് വിളിക്കാൻ പറ്റുമോ? ആർക്ക്? ഒരു പാർട്ടിക്കാരനും വിളിക്കാൻ പറ്റില്ല. അവൻ അവന്റെ മതത്തിന്റെ ചിഹ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ആ മണ്ണിൽ സ്ഥാനമുള്ളൂ. മതാധിഷ്ഠിത രാഷ്ട്രങ്ങളാണ്. ഇവിടെ ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഹിന്ദു മതം എന്ന് വിളിച്ചാലും ശരി, ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മതാധിഷ്ഠിത രാജ്യമായ ഭാരതത്തിൽ പോലും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും വളരെ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയും. മതേതരത്വം എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല ഹിന്ദുവിനെ സംബന്ധിച്ച്. മറ്റു പലരെ സംബന്ധിച്ചും അതിന് പ്രാധാന്യമുണ്ട്. പാകിസ്ഥാനിൽ മതേതരത്വം ഉണ്ടോ? ബംഗ്ലാദേശിൽ മതേതരത്വം ഉണ്ടോ? ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് മതേതരത്വം നിലനിൽക്കുന്നതെന്ന് കാണിച്ചു തരാമോ? എന്നാൽ ഇവിടെ മാത്രം മതേതരത്വം വേണമെന്ന് പറയാൻ എത്രയോ മുസ്ലിങ്ങൾ സംഘടനകൾ, അല്ലെ, പൊളിറ്റിക്കൽ ഇസ്ലാമുകൾ ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. വളരെ ശാന്തമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അവരും ഒന്ന് ചിന്തിക്കണം. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല. ഹിന്ദുവല്ല അവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്, ക്രൈസ്തവരല്ല അവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത്. അവര് തമ്മിലടിക്കുകയാണ്. ഷിയ എന്നും സുന്നി എന്നും ഇങ്ങനെ വിവിധങ്ങളായ വകതിരിവുകളുടെ പേര് പറഞ്ഞ് തമ്മിൽ കൊല്ലുകയാണ്. മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ മുസ്ലിം രാഷ്ട്രത്തിൽ? പക്ഷേ ഹിന്ദു രാഷ്ട്രത്തിൽ, ഭാരതത്തിൽ, ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കൾ എത്രത്തോളം സുരക്ഷിതരാണോ അതിനേക്കാൾ സുരക്ഷിതരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമും. ശരി അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ശരിയല്ലെന്ന് പറയും, മൈക്കം കൊടുത്തേക്കാം, സംസാരിക്കട്ടെ. അതുകൊണ്ടാണ് ഇതൊരു തുറഞ്ഞ ചർച്ചയാണ്. ഒരു മതത്തിനും എതിരല്ല നമ്മൾ, ഒരു ജാതിക്കും എതിരല്ല നമ്മൾ, ഒരു രാഷ്ട്രത്തിനും എതിരല്ല നമ്മൾ. മനുഷ്യത്വത്തിന് വിപരീതമായി ആരെന്തെവിടെ പറഞ്ഞാലും അതിനെതിരെ പറയുവാനുള്ള ധാർമ്മിക ബോധവും ശേഷിയും നമുക്കുണ്ടാകണം. അതിനുള്ള നട്ടെല്ല് നമുക്കുണ്ടാകണം, അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ധർമ്മത്തെ നമുക്ക് നിലനിർത്താൻ കഴിയൂ. ധർമ്മിയുണ്ടെങ്കിലേ ധർമ്മമുള്ളൂ, രാഷ്ട്രമുണ്ടെങ്കിലേ സംസ്കാരമുള്ളൂ. രാഷ്ട്രമാണ് വലുത്, കുടുംബമല്ല. ഒരു വ്യക്തിയേക്കാൾ വലുത് കുടുംബമാണ്, കുടുംബത്തേക്കാൾ വലുതൊരു ദേശമാണ്, ആ ദേശത്തേക്കാൾ വലുതൊരു രാഷ്ട്രമാണ്.